അച്ഛനും അമ്മക്കും അഭിഹിതം ഉണ്ടാവാൻ പ്രാർത്ഥിച്ച ലോകത്തെ ഏക മകളായിരിക്കും ഇത്. എനിക്ക് നിങ്ങളോട് 4 വർത്താനം പറയാനുണ്ട്. എനിക്ക് മാത്രം തന്നില്ലല്ലോ. ഇത് കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ വീട്ടിൽ കയറ്റൂല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് ചേച്ചിക്ക് എങ്ങനെ ഇത്രയും കഴിവ് കിട്ടിയേ? ചേച്ചി എങ്ങനെ ഇത്രയും വലിയ കഴിവേറിയായേ? ആ ഒരു വിഷമത്തിലായിരുന്നു നമ്മളുടെ മൾട്ടി ടാലൻസിന്റെ തുടക്കം. ഹായ് ഫോക്സ്, വെൽക്കം ടു മൈ ചാനൽ. യു ആർ ട്യൂൺഡ് ഇൻടു വൈബ് വിത്ത് രവീണ. വൈബ് വിത്ത് രവീണയുടെ വൈബ് ഞാനാണ്, വിത്ത് നല്ലൊരു വിത്താണ്. രവീണയും ഞാൻ തന്നെയാണ്. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? സുഖാണെന്നോ അല്ലെന്നോ എന്ത് തന്നെയാണെങ്കിലും അടിപൊളിയാവട്ടെ. അടിപൊളിയാവുന്ന ഒരു ഹോപ്പ് വെച്ചാൽ മതി, അടിപൊളിയായിട്ട് വരും. ഞാനെങ്ങനെയാണ്. അപ്പോൾ ഇതൊരു Q&A വീഡിയോ, ചെറിയൊരു Q&A വീഡിയോ ആണ്. കാരണം ഞാനൊരു Q&A വീഡിയോ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് കുറച്ച് നാളായി. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1.5 വർഷം, അതൊരു കാലയളവാണോ? നിങ്ങളെന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തായാലും അത് ഉടനെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഒരു ചോദ്യം, അത് നിങ്ങൾ വിചാരിക്കും ആ ഒരു കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ ഞാനങ്ങ് സന്തോഷം കൊണ്ട് പുളകിതയാവുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എനിക്ക് ചെറിയൊരു വിഷമമുണ്ടാക്കുന്നൊരു ചോദ്യമാണത്. എന്നാലും ഞാനതിനെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ തന്നെ. നിങ്ങളുടെ ചോദ്യം വളരെ ലളിതമാണ്, പക്ഷെ അതിൻ്റെ ഉത്തരം കുറച്ച് വലുതാക്കി പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ആ ചോദ്യം വേറൊന്നുമല്ല, ചേച്ചി എങ്ങനെ ഇത്രയും മൾട്ടി ടാലൻറ്റഡ് ആയേ? ചേച്ചിക്ക് എങ്ങനെ ഇത്രയും കഴിവ് വന്നേ? ചേച്ചി എങ്ങനെ ഇത്രയും വലിയൊരു കഴിവേറിയായേ? ഓക്കെ, നിങ്ങളതിനെ മൾട്ടി ടാലൻസ് എന്ന് പറയും, ഞാനതിനെ സർവൈവൽ സ്കിൽസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോൺലിനെസ് സോളിറ്റ്യൂഡ് ആക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ശ്രമങ്ങളെയാണ് നിങ്ങൾ മൾട്ടി ടാലൻസ് എന്ന് പറയുന്നത്. ഈ കമൻസ് ഇടുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നല്ലോണം മനസ്സിലാക്കി ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. അതായത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഒന്നിലും വൈദഗ്ധ്യം തെളിയിച്ചിട്ടില്ലെന്ന്. അതാണ് അതിൻ്റെ സത്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങട്ടെ, പെട്ടെന്ന് കഴിയും, ഞാനെല്ലാം വളരെ ലളിതമാക്കി പറയാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് 4 വർത്താനം പറയാനുണ്ട്. എൻ്റെ കഴിഞ്ഞ Q&A, അതായത് നമ്മളുടെ ചാനലിൻ്റെ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ആദ്യമായിട്ടും ഇതുവരെ അവസാനമായിട്ടും നടത്തിയ ഒരു Q&Aയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മക്കും അഭിഹിതം ഉണ്ടാവാൻ പ്രാർത്ഥിച്ച ലോകത്തെ ഏക മകളായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ട്. ഒരു കൂടപ്പിറപ്പില്ലാത്തതിൻ്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മിസ്റ്റർ. അതിൽ ഞാൻ എന്നിട്ടാ അനാവശ്യമായിട്ട് പറഞ്ഞേ? ആവശ്യത്തിനുള്ളത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഒരിക്കൽ എൻ്റെ അച്ഛൻ എന്നോട് വന്ന് പറയാണ്, എല്ലാ മാസവും 1-ാം തീയതി തിരുവല്ലാമലയ്ക്ക് എന്ന് പറഞ്ഞു പോയിരുന്നത് തിരുവല്ലയിലേക്കാ. അവിടെ ഒരു 2-ാം കുടിയുണ്ട് അച്ഛന്, അതിൽ 2 മക്കളുണ്ട് എന്ന് വന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും. അതുപോലെ എൻ്റെ അമ്മ എപ്പോഴെങ്കിലും വന്നിട്ട്, അമ്മക്ക് കല്യാണത്തിന് മുന്നേ വഴിപിഴച്ച ബന്ധങ്ങളിൽ 1-2 പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സന്തതികളല്ലേ. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്ന എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ സ്വത്തൊന്നുമില്ല, ബാധ്യതകളുടെ നീണ്ട ലിസ്റ്റാണ്. വേണമെങ്കിൽ അത് ഞാൻ തരാം. ഇത് കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ വീട്ടിൽ കയറ്റൂല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയും. അപ്പോൾ ഈ ഒരു വിഷമം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അതാർക്കും വിഷമമായിട്ടല്ല തോന്നിയത്, അതെല്ലാം നിങ്ങൾ തമാശയായിട്ടാണ് എടുത്തത്. തേങ്ങ. അത് പറയാൻ കാര്യം വേറൊന്നുമല്ല കേട്ടോ. മറ്റൊരാൾക്കും അളക്കാനാവാത്ത അത്ര ഏകാന്തത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കൂടപ്പിറപ്പിൻ്റെ കേസ് ഉണ്ടല്ലോ, ഞാനങ്ങനെ കൂടപ്പിറപ്പുകൾ ഇല്ലാതിരുന്ന ഒരാളല്ല. ഐ ഹാഡ് എ സിസ്റ്റർ. എൻ്റെ 5-ാമത്തെ വയസ്സിൽ, ആളുടെ 1.5 വയസ്സിൽ വി ലോസ്റ്റ് ഹെർ. നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ള ആ ഒരു കായലുണ്ടല്ലോ, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കായൽ, അവിടെ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റിൽ. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര വിഷമമാണ് ഉണ്ടാക്കിയത്. യോഗില്ല അമ്മിനി. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ പ്രാർത്ഥനയിൽ അധികം പരാതിയൊന്നും പറയാറില്ല ദൈവങ്ങളോട്. പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് മാത്രം തന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കേസ് മാത്രമാണ്. ശരിയാണ്, എനിക്ക് മാത്രം തന്നില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ തരാതെ ഇരിക്കുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തന്നിട്ട് തിരിച്ചെടുക്കുന്ന ഒരു മറ്റൊരു പരിപാടിയാണ്. കാര്യം 5 വയസ്സുള്ളായിരുന്നെങ്കിലും എനിക്ക് അവസാനത്തെ ദിവസത്തെ ചെറിയ ഓർമ്മകളൊക്കെ എവിടേക്കോ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ആളെ കാണാനായിട്ട് നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു കേട്ടോ വരുന്നത്. അതായത് നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ വിട്ടുപോയവർ വീണ്ടും നമുക്കായിട്ട് പുനർജനിക്കുമെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു കണ്ണൻ. 1.5 വയസ്സിലെ കണ്ണൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആളും. കണ്ണനേക്കാളും കുറച്ചുകൂടി ചബ്ബിയായിരുന്നു, ചുരുണ്ട മുടിയൊക്കെയാണ്. നല്ല രസമായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, അത് വിട്ടുകളാം. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ മൾട്ടി ടാലൻസിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത്.
ആദ്യത്തെ ഒറ്റപ്പെടൽ. പിന്നല്ല, ഏതൊരു സ്ഥലത്തും കൂടെ മിണ്ടാൻ ആരുമില്ലാതിരുന്നു കഴിഞ്ഞാൽ ആരായാലും ഒറ്റപ്പെട്ടു. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. ഇത് എറണാകുളം വടുതലയിലാണ്. ഈ സൈഡിൽ കണ്ടൽക്കാടായിട്ട് നിൽക്കുന്നത്, അവിടെയും താഴെ വെള്ളം തന്നെ. അതായത് എന്റെ വീടിന്റെ തെക്ക് വടക്ക് പടിഞ്ഞാറ് വെള്ളത്താൽ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ്. കിഴക്ക് കൂടി വെള്ളമായിരുന്നെങ്കിൽ നമുക്കതൊരു ദ്വീപായിട്ട് പ്രഖ്യാപിക്കായിരുന്നു. എന്റെ കുഞ്ഞിലേക്ക് ഈ കണ്ടൽക്കാട് പോലും ഉണ്ടായിരുന്നില്ല. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? വളരെയധികം സ്നേഹിച്ച് സന്തോഷിച്ചൊക്കെ കഴിയുന്നവരാണോ? എങ്കിലും ഞാൻ പറയും നിങ്ങൾ ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന്. കാരണം എൻ്റെ അച്ഛനമ്മയും തമ്മിൽ അത്ര അങ്ങോട്ട് ഇതുണ്ടായില്ല, ഇച്ചിരി കുറവായിരുന്നു. മാത്രമല്ല കുറച്ച് ടോക്സിക് ആയിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ കുഞ്ഞിലെ എനിക്ക് അതൊരു ദ്വീപായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി എൻ്റെ സ്ഥലം. ശരിക്കും ഞാനൊരു ദ്വീപിൽ അകപ്പെട്ട പോലെയായി. കാരണം എല്ലാവരും ഒന്നും നമ്മളുടെ അടുത്തോട്ടൊന്നും വരൂലായിരുന്നു, നമ്മുടെ പരിസരത്തോട്ടൊന്നും വരൂലായിരുന്നു. പിന്നെ കൂനമേൽ കുരു പോലെ ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ അടുത്താണ്. അപ്പോൾ അച്ഛനൊക്കെ 6 മക്കളാണ്. പക്ഷേ എൻ്റെ ഒരു 1ാം ക്ലാസ് ആയപ്പോഴേക്കും ഇവരൊക്കെ ആയിട്ട് നല്ല വഴക്കായി ഞങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ അടിയുണ്ടാക്കുന്ന രീതിയിലുള്ള വഴക്കല്ല. അവർ മോശക്കാരായിട്ടൊന്നുമല്ല, അവരൊക്കെ പാവങ്ങളാണ്. പക്ഷേ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നു. പിന്നെ ഈഗോ കാരണം കുറേ വർഷം മിണ്ടാണ്ട് പോയി. അങ്ങനെയാണ് ഉണ്ടായത്, മിണ്ടാണ്ട് അങ്ങ് പോയി. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ നല്ല കാലം ഒന്ന് പറയട്ടെ, എൻ്റെ ബാല്യം അതങ്ങ് പോയി. ഈ തൊട്ടടുത്ത് തറവാട്ടിൽ വന്ന് കസിൻസ് എല്ലാവരും കൂടി വന്ന് കളിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ആ പണ്ടാരം പിടിച്ച ദ്വീപിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചിരിക്കും. ആ ഒരു വിഷമത്തിലായിരുന്നു നമ്മളുടെ മൾട്ടി ടാലൻസിൻ്റെ തുടക്കം. എൻ്റെ ഒരു ലോൺലിനെസ് അതെനിക്ക് മാറ്റണ്ടേ. എനിക്ക് ആരും ഇല്ല, സന്തോഷിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ അങ്ങ് വെറുതെ എന്നെ വിട്ട് കളയാൻ പറ്റുമോ? എനിക്കെന്നെ നോക്കണ്ടേ, എനിക്കെന്നെ സന്തോഷമായിട്ട് നിർത്തണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺലിനെസ് എന്താ? ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് വന്നു പോകുന്നതാണ്. പക്ഷെ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾക്കായിട്ട് കുറച്ച് തനിച്ചായിട്ടൊരു സമയം കണ്ടെത്തി നമ്മളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ആ കാര്യത്തിന് പറയുന്നതാണ് സോളിറ്റ്യൂഡ്. അപ്പോൾ എൻ്റെ ലോൺലിനെസ് എങ്ങനെ സോളിറ്റ്യൂഡാക്കി മാറ്റാം എന്ന് പിന്നെ ആലോചിക്കാൻ തുടങ്ങി. വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലെ പടം വരച്ചൊക്കെ ഇരിക്കും. സത്യം പറഞ്ഞാൽ അന്ന് നിറക്കൂട്ടുകളൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം അത്ര എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വാങ്ങിത്തരുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ അച്ഛനമ്മയ്ക്കും ഇല്ലായിരുന്നു. പക്ഷെ ഞാനൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുമായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു രണ്ടുപേർക്കും. പക്ഷേ എന്ത് ചെയ്യാൻ, സാമ്പത്തിക സ്ഥിതി എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനങ്ങനെ ഒരു കാര്യത്തിന് അവരെ നിർബന്ധിക്കാൻ പോകില്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തറവാട്ട് വീട്ടിൽ കൊച്ചച്ഛനുണ്ടായിരുന്നു, കുഞ്ചന് മരപ്പണിയാണ്. അപ്പോൾ കുഞ്ചൻ്റെ കയ്യിലാണെങ്കിൽ ഫെവിക്കോളിൻ്റെ ഗമ്മുണ്ട്. അപ്പോൾ ഈ സാധനം എനിക്ക് തരുമായിരുന്നു. കുറച്ച് ഗമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നീല കളറിന് ഉജാലയാക്കും. പിന്നെ അതിൽ തന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ലൈറ്റ് മഞ്ഞ കിട്ടും. പിന്നെ അമ്മയുടെ കുങ്കുമം, ശിങ്കാറ് ഇതൊക്കെ കൊണ്ട് വേറെ വേറെ കളറുകൾ ഉണ്ടാക്കും. പിന്നെ ബ്ലാക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഐലൈനറുണ്ട്. അമ്മ കാണാണ്ട് അതിൽ നിന്ന് എടുത്ത് ഐലൈനർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഐലൈനർ തീരുമ്പോൾ അമ്മ പിടിക്കും. അങ്ങനെയൊക്കെ ഉള്ള ലൈഫായിരുന്നു പിന്നീട്. അങ്ങനെ ചിത്രരചനയിലൊക്കെ ഏർപ്പെട്ട് ഞാൻ എൻ്റെ സോളിറ്റ്യൂഡ് മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാനും ഒന്ന് ചെറുതാണ്, 6ാം ക്ലാസ്സിൽ എന്തോ ഉള്ളൂ. എൻ്റെ ഒരു വൃത്തികെട്ട കസിനായിട്ട് ഞാൻ വഴക്കായി. എടുത്ത വായിക്ക് ആൾ ചോദിച്ചു, അതായത് ആൾക്കൊരു സിബ്ലിംഗ് ഉണ്ട്. എനിക്ക് അത് ഇങ്ങനെ അനിയനോ അനിയത്തിയോ എന്നുള്ളൊരു വാക്ക് തന്നെയാണ് പറഞ്ഞത്. ആൾക്കൊരു കൂടപ്പിറപ്പുണ്ട്, പൊന്നിച്ചേച്ചിക്ക് ആരുണ്ട്, പൊന്നിച്ചേച്ചിക്ക് ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് അതങ്ങ് കൊണ്ടു. അപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് പണ്ട് ഞാൻ കണ്ടു മറന്ന ഒരു കാഴ്ച, അത് അല്ലെങ്കിൽ മിസ് ചെയ്ത ഒരു കാര്യം, അത് എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ എനിക്ക് എത്രത്തോളം മൂല്യവത്താവുന്ന എനിക്ക് എത്രത്തോളം വെർത്തായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ മിസ് ചെയ്തത് എന്ന്. അതായത് എന്തിനാ ഇപ്പോൾ ഒരു കൂടപ്പുറപ്പ്? നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഒത്തിരി നമുക്ക് വയസ്സിൽ വ്യത്യാസമുണ്ട്. ഇവർ നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലും ചോരയുണ്ട് എന്ന്, ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സ്വന്തം എന്ന് പറയാനായിട്ടൊരാൾ, അതാണല്ലോ ശരിക്കും ഈ പറഞ്ഞ സംഭവം. ഭാവിയിൽ എന്നെ ചേർത്ത് പിടിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന, ഭാവിയിൽ ആരോടെങ്കിലും ഞാൻ തല്ലി പിടിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിശബ്ദമാവുമ്പോൾ അവർക്ക് എതിരെ എനിക്ക് വേണ്ടി ശബ്ദമുയർത്താനൊരാൾ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഈ സാധനത്തിനെ കണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം പോയല്ലോ എന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ തോന്നാൻ തുടങ്ങി. പിന്നെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ നല്ലതായിട്ട് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയും. ഞാൻ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാണ്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താന്ന് പറയും നാട്ടുകാർ. സത്യമായിട്ടും അതുപോലെ ഞാനിരുന്ന് വർത്താനം പറയും. അതായത് കയ്യും കാലും ഒക്കെ എടുത്ത്
അതായത് ഒരാളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കില്ലേ, അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് തന്നെ സംസാരിക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീട് 4 ചുവരുകൾ, ആ 4 ചുവര് 4 ആൾക്കാരാക്കി നോക്കുന്നുണ്ട്. എന്തായി സുഖമാണോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഓ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ സംസാരിക്കാനും ഭയങ്കരമായിട്ടൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, ഞാനിങ്ങനെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ഫോക്കസ് ഇങ്ങനെ എപ്പോഴും ഞാൻ മാറ്റിക്കൊണ്ടിരുന്നു. കുറച്ച് നാൾ ചിത്രരചന, കുറച്ച് നാൾ ക്ലേ ആർട്ട്. ആ ക്ലേ എവിടുന്ന, നമ്മുടെ വീടടുത്ത് കായലല്ലേ, അവിടെ നിന്ന് ചെളി കിട്ടാനാണോ ബുദ്ധിമുട്ട്, അതും നമ്മുടെ വീട്ടിലുള്ള മണ്ണും കുഴച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീട്, പിന്നെ ഒരു വഞ്ചി ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ കിട്ടും. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിരുന്നു. കൈ ഇങ്ങനെ വെച്ചിട്ട് അത് കൈയുടെ ഔട്ട്ലൈൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മൈലാഞ്ചി ഇടുക, കാരണം കൈ തരാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ മൈലാഞ്ചി ഇടുക. പിന്നെ അച്ഛൻ മീൻ പിടുത്തല്ലേ, അതുകൊണ്ട് നമുക്ക് വഞ്ചി ഉണ്ടായിരുന്നു, വഞ്ചി വലിക്കാൻ പോകുമായിരുന്നു, വഞ്ചിയിലിരുന്ന് കളിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ കളിക്കാൻ വരാൻ തുടങ്ങി. പക്ഷെ കളിക്കാൻ വരാൻ തുടങ്ങിയപ്പോഴും കുറച്ചധികം കുട്ടികൾ ഒരു കൂട്ടമായിട്ട് ഒരു 5-8 പേരൊക്കെ കളിക്കാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കളിക്കാൻ വരാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി തുടങ്ങി, ഒരു 6ാം ക്ലാസ്സിലൊക്കെ. പക്ഷേ അവരുടെ തന്നെ ഒരു റിലേറ്റീവ് ലേഡി വന്നിട്ട് പറഞ്ഞു, ഒരു വട്ടം ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് ഇതുപോലെ അവിടെ ഒരു കുട്ടി അങ്ങനെ, അതുകൊണ്ട് അവിടെ നിന്ന് ആരും കളിക്കണ്ട, എല്ലാവരും പോരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെ പേടിപ്പിക്കാനാണ് പറഞ്ഞത്, പക്ഷെ പേടിച്ചത് ഞാനാണ്. എനിക്കത് അത്യാവശ്യം നല്ലോണം ഹേർട്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ പറഞ്ഞതിലും പേടിയുണ്ടാവും. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ വീണ്ടും ശ്രദ്ധിച്ചാൽ മതി. ഞാനും അവിടെ തന്നെയല്ല വളർന്നു വന്നത്. അങ്ങനെ കളിക്കാനായിട്ട് അഞ്ജു, നിജ, മിന്നു അവരൊക്കെ വരുമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവരോടൊക്കെ എനിക്ക് നല്ല കടപ്പാടുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് കളിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുഞ്ചിന് 2 ആൺപിള്ളേരാണ്. അവന്മാരുടെ ഫ്രണ്ട്സും നുറുങ്ങ് ആൺപിള്ളേരായിട്ടാണ് ഞാൻ കൂടുതൽ കളിച്ചിരുന്നത്. ലേബല്, റെസ്ലിംഗ് കാർഡ്, അതായത് ട്രിപ്പിളച്ച് വെക്കുക, ട്രിപ്പിളച്ചിൻ്റെ മുകളിൽ മറ്റേ അണ്ടർടേക്കറിൻ്റെ ഹൈറ്റ് വെച്ചു, കാളിയുടെ വെയിറ്റ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് റെസ്ലിംഗ് കാർഡ്. പിന്നെ മറ്റേ പമ്പരം കൊത്താൻ എനിക്കറിയാം, പക്ഷെ പമ്പരം കയ്യിലെടുത്ത് കറക്കാനുള്ള ആ ഒരു പഠിക്കാൻ പറ്റിയില്ല, ആ ഒരു സ്കില്ല് കിട്ടിയില്ല. പിന്നെ കച്ച് കളിക്കുക. പിന്നെ തൊട്ടടുത്തൊരു വലിയൊരു വീടുണ്ട്, ആ വീട്ടിലാണെങ്കിൽ ചുറ്റും മാവുണ്ട്, പിന്നെ ഓറഞ്ചിൻ്റെ മരമുണ്ട്. ഇതൊക്കെ പൊട്ടിക്കാൻ ഇവന്മാരുടെ ഒപ്പം മതിൽ ചാടി പോവുക. കാരണം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ 9-ഓ 10-ലോ എന്തോ എത്തിയപ്പോഴാണ് വയസ്സറിയിച്ചത്. അപ്പോൾ ഈ ഒരു സമയം വരെ ഇവന്മാരുടെ ഒപ്പം തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് നടക്കലായിരുന്നു എൻ്റെ പണി. അതായത് സാധാരണ പെൺപിള്ളേർ എങ്ങനെയാണോ അടക്കം ഒതുക്കത്തോടെ വളർന്നു വരുന്നത്, അതായിരുന്നില്ല ഞാൻ. കൂടുതൽ ഈ ആൺപിള്ളേരുടെ കൂടെ ആയതുകൊണ്ട് തലമേ തലതെറിച്ച പോലത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ ആർക്കും എന്നോട് ഒരു പരിഭവം ഇല്ലായിരുന്നു, ആരും കുറ്റം പറയൊന്നുമില്ല, കാരണം ആരോട് തർക്കത്തിലൊന്നും പറയത്തൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും പെരുമാറുള്ളൂ. അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ സ്നേഹമായിരുന്നു എന്നോട്. അങ്ങനെ ഇനിയും നമുക്കൊന്ന് കുറച്ച് പുറകോട്ട് പോവാം. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു പരിസരമാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടുകാരുണ്ടായിരുന്നു, നമുക്ക് 2 ആങ്ങളമാരുണ്ട്. അവിടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെൻ്റെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ആടാട് ഡാൻസ് കളിക്കുന്നില്ലേ, അതവിടെയാണ്, നെടുങ്ങാട്, വൈപ്പിൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ അമ്പലപ്പറമ്പുണ്ട്, അമ്പലമുണ്ട്, മഞ്ചാടിയുടെ ഒരു ചെറിയൊരു കാവുണ്ട്. പിന്നെ അവിടെ അപ്പയും പെറ്റമ്മയും ഉണ്ടായിരുന്നു. അമ്മയുടെ അച്ഛൻ അപ്പ എന്ന് വിളിക്കും, അമ്മയുടെ അമ്മ. അപ്പോൾ അപ്പ എല്ലാ വർഷവും ശബരിമലക്ക് പോകുമായിരുന്നു. എൻ്റെ ഒരു 2ാമത്തെ വയസ്സ് തൊട്ട് 7ാമത്തെ വയസ്സ് 8ാമത്തെ വയസ്സ് വരെ തുടർച്ചയായിട്ട് 7 കൊല്ലം ഞാൻ ശബരിമലയിൽ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള രീതിയിൽ ഘട്ടത്തിൽ വന്നപ്പോഴേക്കും അപ്പ ഭഗവാനെ വിളിച്ചിട്ട് ഇങ്ങനെ നേർന്നു, എൻ്റെ മോളെയും അതിൻ്റെ കുഞ്ഞിനെയും മര്യാദക്ക് തന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും സന്നിധാനത്തിൽ ഭഗവാനെ കൊണ്ടൊന്ന് കാണിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് നേർച്ച നേർന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2ാം വയസ്സിലെ 3ാം വയസ്സിലേക്ക് അപ്പം ശബരിമല എടുത്ത് കയറ്റി. പിന്നീട് അങ്ങോട്ട് അപ്പയുടെ കൂടെ പോകാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഒരു സമയമൊക്കെ കുറേ സന്തോഷങ്ങൾ അവിടെയായിരുന്നു. കാരണം നമ്മളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സന്തോഷമുള്ളത് നടക്കുന്നില്ലല്ലോ, കുറച്ചൊക്കെയല്ലേ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഞാനിങ്ങനെ ഓർത്ത് വെക്കും. എല്ലാം അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, കുഞ്ഞിലേ അത്രയും ഭഗവാനെ പോയി കണ്ടതിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം എന്നും വിചാരിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു അമ്മയുടെ സൈഡ്. നിങ്ങളെൻ്റെ ക്രാഫ്റ്റിൽ അമ്പലം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, അത് അവിടുത്തെ അമ്പലമാണ്. പിന്നെ ഞാൻ അവിടെ അമ്പലത്തിൽ ഒരു ആനയെ വരുള്ളൂ ഉത്സവത്തിന്. ആ ആനയ്ക്ക് നല്ല ഭംഗിയുള്ള നെറ്റിപ്പട്ടം ഉണ്ടാവും. ആ നെറ്റിപ്പട്ടം അന്നേ മനസ്സിൽ ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മഞ്ചാടി, അവിടെ മഞ്ചാടിയുടെ കാവുണ്ടായിരുന്നു. മഞ്ചാടി അടിച്ച് തല്ലിയൊന്നുമല്ല വീഴ്ത്തുന്നത്, എന്നാൽ പോലും വീഴുന്നത് ഞാൻ കൂട്ടിയൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. 1000 മഞ്ചാടി 10,000 മഞ്ചാടി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൂട്ടി വെക്കുമായിരുന്നു. അപ്പോൾ
മഞ്ചാടിയോടുള്ള ഇഷ്ടവും അന്നുണ്ട്. അതാണ് മഞ്ചാടിമാലയും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ക്രാഫ്റ്റിൽ ഉടനീളം നിങ്ങൾ കാണുന്നത് പലതും എൻ്റെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഏടുകളാണ്. അതായത് എൻ്റെ ലൈഫിൽ എന്നെ എന്തൊക്കെയോ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് കൂടുതൽ എൻ്റെ ക്രാഫ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ മെയിനാണ് നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ദൈവങ്ങളുടെ പുറകെ കുറേ പടം വരച്ചൊക്കെ ഞാൻ പോകുന്നത്. കാരണം കുറേ നാൾ കേട്ടിരിക്കാനൊക്കെ അവരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു കമ്പവല കെട്ടി. ചിലപ്പോൾ എൻ്റെ വീഡിയോസിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു കമ്പവലയുണ്ട്. അതായത് ചീനവല കണ്ടിട്ടില്ലേ? ആ ചീനവലയുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. ഞങ്ങളുടെ വീട്ടിലെയാണത്. പുഴയിൽ കായലിൽ ചീനവലയുണ്ട്. ഈ ചീനവല വലിക്കുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് സ്ത്രീകൾ അധികം ആരും ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ എൻ്റെ കുഞ്ഞിലേ തൊട്ട് ജോലിക്ക് പോകുന്ന ഒരു ലേഡിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷേ അമ്മ കമ്പവല വലിക്കുന്നു. മറ്റു പുരുഷന്മാർ വലിക്കുന്ന അത്രയും ബലത്തിലുള്ള ഒരു സാധനം വലിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് അമ്മ കമ്പവല ഇങ്ങനെ വലിച്ച് ഇരുത്തുമല്ലോ. അപ്പോഴാണ് അവിടെ നിന്ന് പൊങ്ങി വരുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അതായത് ഭയങ്കര ഒരു ഇൻസ്പയർഡായി അമ്മ കാരണം. നമുക്ക് ജീവിക്കാനായിട്ട് എന്ത് ജോലിയും ചെയ്യാം, എന്ത് ജോലി വേണം ചെയ്യാൻ, മറ്റുള്ളവർ എന്ത് ചിന്തിച്ചോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതൊക്കെ ആ ഒരു സമയത്തെ തോന്നി തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ബൈക്കിലേക്ക് കിടക്കുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ പോലെ തന്നെ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നു. അമ്മയുടെ വീട്ടിൽ അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് എൻ്റെ അമ്മക്ക് 2 ആങ്ങളമാരാണ്. അവരവരുടെ ഭാര്യമാരെ ബൈക്ക് ഓടിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. ഈ ഭാര്യമാരിൽ ഏറ്റവും ഇളയ ചിറ്റക്ക് എൻ്റെ ഹൈറ്റേ ഉള്ളൂ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛേ ജിനിച്ചിട്ടൊക്കെ എൻ്റെ ഹൈറ്റല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അച്ഛക്ക് എൻ്റെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അച്ഛനാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി. അച്ഛന് ഒന്നാമത് എന്നെ ഒരു ആൺകുട്ടിയായിട്ട് വളർത്താനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ അച്ഛൻ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചു തന്നു. പഠിച്ചത് ആദ്യമായിട്ട് വലിയമാമൻ്റെ വണ്ടിയിലാണ്, TVS വിക്ടറിലാണ്. TVS വിക്ടർ നമുക്ക് കാലെത്തും, നമ്മുടെ ഹൈറ്റിന് നിൽക്കും അത്. അങ്ങനെ അതിൽ പഠിച്ചു. അതിനുശേഷം എൻ്റെ വീട്ടിൽ 9ാം ക്ലാസ്സിൽ വെച്ച് വന്നപ്പോൾ ഈ കമ്പോല അമ്മ ഒരു 1.5 വർഷമേ വലിച്ചുള്ളൂ. അതിനുശേഷം നമുക്കവിടെ പാലം വന്നു. പിന്നെ ആ കമ്പോലയിൽ നിന്ന് ചെമ്മീനും മീനും ഒന്നും കിട്ടാതായി, ആദായം ഇല്ലാണ്ടായപ്പോഴേക്കും കമ്പോലയെ നിർത്തി. അമ്മ എന്ത് ചെയ്തു? അടുത്ത ജോലിക്ക് പോയി. വീണ്ടും ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഗേൾ ആയിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ സെയിൽസ് ഗേളായിട്ട് പോയി. അപ്പോൾ ഈ സെയിൽസ് ഗേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജോലി വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളൊരു തുണിക്കടയിൽ കാണുമ്പോൾ വിചാരിയോ ചേച്ചി ആ കാണുന്നത് നമ്മളെ കാണുമ്പോൾ തന്നെ ചിരിച്ചും കാണിക്കുന്നില്ല, പ്ലസൻ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ദുർമുഖം കാണിച്ചു എന്നൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറേ നേരം നമ്മൾ നിന്നൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് അവരുടെ മുഖത്ത് കാണുന്ന ഒരു വൈക്ലഭ്യം. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ശരിക്കും നിൽക്കുകയാണ്. ബാക്കി ടീച്ചേഴ്സിൻ്റെ ജോലിയാണെങ്കിലും നിന്നിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് ഇടയ്ക്ക് സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കാമല്ലോ. പക്ഷേ ഈ തുണിക്കടയിലുള്ളവർക്ക് അതുപോലും പറ്റില്ല. എൻ്റെ അമ്മക്ക് അങ്ങനെ തിരക്കുള്ള ഒരു കട തന്നെയായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതായിരുന്നു. കാരണം എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ അമ്മ ഒരു അയൺ ലേഡിയാണ്. അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബൈക്ക് ഓടിക്കാൻ പഠിച്ചല്ലോ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ ഒരു 700 മീറ്റർ ദൂരമുണ്ട്. 1 കിലോമീറ്റർ ഒന്നുമില്ല, 700 മീറ്റർ 800 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ആ റോഡിൻ്റെ അറ്റത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് പോയി ഈ ബൈക്കും കൊണ്ട് പോയിട്ട് നിൽക്കും. മെയിൻ റോഡിലേക്ക് കിടക്കില്ല. മെയിൻ റോഡിലൊക്കെ കയറി കഴിഞ്ഞാൽ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ലൈസൻസ് പോലും ഇല്ലാണ്ട് ചെറിയ കൊച്ചിനെയൊക്കെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചതിന്. പക്ഷെ അവിടെ പോയി നിൽക്കും. അവിടെ ഇങ്ങനെ 7:30 ആകുമ്പോഴേക്കും ചെന്നിട്ട് കാത്തു നിൽക്കും രാത്രി. എന്നിട്ട് അമ്മ വന്നു കഴിയുമ്പോഴേക്കും, അമ്മ ബസ്സിലാണ് വരുന്നത്, വന്നു കഴിയുമ്പോഴേക്കും അമ്മനെ വണ്ടിയുടെ പുറകിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീട് വരെ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഈ ഒരു കാഴ്ച അവിടുത്തെ നാട്ടുകാർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ അത്യാവശ്യം പ്രായമുള്ള കുറച്ച് അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും എന്നെ ഇന്നും ബൈക്ക് ഓടിക്കുന്ന കുട്ടിയായിട്ടേ അറിയുള്ളൂ. എൻ്റെ പേരോ എൻ്റെ ചാനലോ ഒന്നും എനിക്കറിയില്ല. എന്താ രാമകൃഷ്ണൻ്റെ മോള് ഏത് ആ ബൈക്ക് ഓടിക്കുന്ന കുട്ടിയോ അങ്ങനെ ചോദിക്കാറുള്ളൂ. ഇപ്പോഴും പലരും എന്നെ കാണുമ്പോൾ ഇപ്പോൾ ബൈക്കൊക്കെ ഉണ്ടോ എന്നേ ചോദിക്കാറുള്ളൂ. അങ്ങനെ അപ്പോൾ അതെനിക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യമായിരുന്നു. അന്നേ ഞാൻ ഈ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം വിട്ടതാണ്. കാരണം ഒന്നാമത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വരാനായിട്ട് ആരുമില്ല. നമ്മളുടെ സന്തോഷം തന്നെ കണ്ടെത്തിയാണ് അവിടെ ജീവിക്കുന്നത്. പിന്നെ ഇനി എന്ത് നോക്കാൻ. മാത്രമല്ല അച്ഛൻ്റെ വണ്ടിയാണെങ്കിൽ പഴയ പാഷനാണ്. പാഷൻ പ്ലസ് അല്ല, ഹീറോ ഹോണ്ട പാഷൻ. ഈ വണ്ടിയാണെങ്കിൽ ഓൾറെഡി അച്ഛൻ സെക്കൻഡ് ഹാൻഡ് എടുത്തത് കൊണ്ട് തന്നെ ഈ എപ്പോഴും വണ്ടി ഓഫായി പോവും ഇടയ്ക്ക് വെച്ചിട്ട്. അതായത് പ്ലഗിൽ കരി കയറിയിട്ട് ഇടയ്ക്ക് ഓഫായി പോവും. ഈ അസുഖമുള്ളതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഈ ബൈക്ക് എടുത്തിട്ട് ആ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്ലോ ആകുമ്പോഴേക്കും ഓഫ് ആവുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ആ റോട്ടിലുള്ള ആമ്പിള്ളേരെല്ലാം കൂടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ഈ സാധനം ഓഫ് ആവുന്നത്.
അവിടെ വെച്ചിട്ട് എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ പട്ടി ഷോ ഇറക്കുന്ന സമയത്ത് ഈ ബൈക്ക് അങ്ങ് ഓഫായി പോവുക. ഒരു അപ്പം കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ. അതായത് ആ സമയത്ത് കട്ടപ്പാര ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ഒരു 6 അടി കുഴിച്ചിട്ട് ഞാനങ്ങ് കിടന്നേനെ. എന്നിട്ട് എൻ്റെ മേത്ത് തന്നെ ഞാൻ മണ്ണ് വാരിയിട്ട് അവിടെ പണ്ടാറടങ്ങിയേനെ. അതുപോലെ ഞാൻ പലവട്ടം നാണം കെട്ട് പോയിട്ടുണ്ട്. അതാണെങ്കിൽ എൻ്റെ വണ്ടി ഓഫായി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടി നിന്ന് ചിരിക്കും. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ 1-2 വട്ടത്തിൽ കൂടുതൽ ഈ വണ്ടി കിക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല. 3ാമത്തെ കിക്ക് കഴിയുമ്പോഴേക്കും എൻ്റെ കാല് തളരും. അപ്പം ഞാൻ ഇവരോട് തന്നെ ചോദിക്കും, ചേട്ടാ എന്തായാലും നോക്കി നിന്നിച്ചിരിക്കല്ലേ, ഇത് വന്നൊന്ന് കിക്ക് ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കും. അവരതുപോലെ തന്നെ വന്ന് കിക്ക് ചെയ്ത് തരും. അവർ വേറെ ഒന്നും പറയൊന്നുമില്ല. അങ്ങനെ നമ്മളെ കളിയാക്കിയവരോട് തന്നെയൊക്കെ സഹായം ചോദിച്ച് ആ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ജീവിച്ചു വന്നത്. ഇങ്ങനെ ജീവിച്ച് വന്നുകൊണ്ടിരിക്കെ പലരും അപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് നിർത്താൻ പറ്റൂലാടോ. ഒരു കാര്യം തന്നെ ചെയ്ത് അതിൽ മാസ്റ്റർ ആവാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ഫോക്കസ് എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും എനിക്കതൊരു ഒറ്റപ്പെടലായിട്ട് തന്നെ ആദ്യം അനുഭവപ്പെടും. അതായത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുകയാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് പെട്ടെന്ന് എനിക്കങ്ങ് തോന്നും. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, അത് സോളിറ്റ്യൂഡാക്കി മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. കൊട്ടും, ഞാൻ ചെണ്ട കൊട്ടാൻ ചേരട്ടെ എന്നൊക്കെ ചോദിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലാസ്സിൽ ഇതുപോലെ ചെണ്ടകൊട്ട് ക്ലാസ്സിൽ 9-ലോ 10-ലോ എന്തോ പഠിക്കുമ്പോഴാണ് പോയി ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ആമ്പിള്ളേരെ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ ചെണ്ട കൊട്ടാൻ ആമ്പിള്ളേരെ മാത്രം, പെമ്പിള്ളേർ കൊട്ടിയാൽ എന്താ കയ്യിലെ വള ഉരിപ്പോവും? പെമ്പിള്ളേർ നല്ല ഭംഗിയായിട്ട് കൊട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ശിങ്കാരിമേളമൊക്കെ നടത്തി സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ കൊട്ടും, നന്നായിട്ട് കൊട്ടും. ശിങ്കാരിമേളം കേൾക്കണോ? ഇത്രയുള്ളൂ. അപ്പം ഇതുപോലെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും. സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒറ്റ ബുദ്ധി, ഒരു കാര്യം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം തന്നെ ചെയ്യുക. ഇതാണ് നിങ്ങൾ കണ്ട മൾട്ടി ടാലൻറ്റ്സ്. ഇത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ ഓരോ കാര്യങ്ങളിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കും. അതത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറയാം. 10ാം ക്ലാസ്സിലെ മാർക്ക് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ 3 A+ ഉണ്ടായിരുന്നുള്ളൂ. 84% ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് +1 കയറി. +1 കയറിയപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എടപ്പള്ളി ഹൈസ്കൂളിലായിരുന്നു. അവിടെ ടീച്ചേഴ്സ് ഗവൺമെൻറ് ടീച്ചേഴ്സ് അല്ലേ, നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത നല്ല ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. +2 3A+ഉം 3A ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, +2 നല്ല മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ അച്ഛൻ ബൈക്ക് എടുത്ത് തരാമെന്ന്. എനിക്കാണെങ്കിൽ R15 എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ +2 മര്യാദക്ക് പഠിച്ചു, മാർക്ക് മേടിച്ചു. BComന് ഭാരത് മാതാ തൃക്കാക്കര കോളേജിൽ അഡ്മിഷൻ മേടിച്ചു. 2012 കയറി. അപ്പോൾ ആ കയറിയ സമയത്ത് എനിക്ക് 18 വയസ്സായില്ല. 13-ലാണ് എനിക്ക് 18 വയസ്സായത്. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ ബൈക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ R15 അല്ലേ എടുക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ നിർധനനായ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ R15 വാങ്ങണമെങ്കിൽ അച്ഛൻ്റെ ഒരു കിഡ്നി വിൽക്കേണ്ടി വരും, നീ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് തന്തേക്കൊല്ലി പോകുന്നു എന്ന് പറയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ വേണ്ട, കിഡ്നി ഒന്നും വിൽക്കേണ്ട, കിട്ടുന്ന ബൈക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് CB ട്വിസ്റ്റർ എടുക്കുന്നത്. ആ ബൈക്ക് വീണ്ടും എനിക്ക് കോൺഫിഡൻസ് തന്നു. കാരണം ഞാൻ ഈ ബൈക്ക് എടുക്കുന്നത് 2013-ലാണ്. അന്നും ഇതുപോലെ അധികം പെമ്പിള്ളേരില്ല ബൈക്ക് ഓടിക്കാനായിട്ട്. ഞാൻ ടു ആൻഡ് ഫ്രോ എൻ്റെ കോളേജിൽ 2 വർഷം ബൈക്കിനാണ് പോയിക്കൊണ്ടിരുന്നത്. പലവട്ടം അതുകൊണ്ട് പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂട്ടി എപ്പോഴും ഞാൻ ബൈക്കിൽ പോവുമായിരുന്നു. അതാണെങ്കിൽ എപ്പോഴും ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മുഖം മറച്ചിട്ടൊക്കെ പോവുള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും ചാടി കയറി ഒത്തിരി ആൾക്കാരോട് വർത്താനം പറയുന്ന ഒരു കൂട്ടത്തിലല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും മിനിമം ആക്കി വെക്കാവോ അങ്ങനെ മിനിമം ആക്കി വെക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നേക്കുന്ന എല്ലാ ഫ്രണ്ട്സും നല്ലതാണ്. എല്ലാവരും, ഒരാളും ഇതുവരെ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യേണ്ട അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും നല്ലതേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. എന്നെപ്പറ്റി എല്ലാവരും നല്ലതേ പറയുള്ളൂ എന്നും എനിക്ക് ഉറപ്പാണ്. അതുപോലെയുള്ള ഫ്രണ്ട്സേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു വട്ടം ഞാനിതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പാണ്ഡുവായിട്ട് എപ്പോഴും ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കോളേജിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം കോളേജിൽ നിന്ന് അവളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ റെമീന എന്ന് പറഞ്ഞുള്ള മിസ്സ് അവളെ വിളിച്ചിട്ട് ഉപദേശിച്ചു, എന്താ ശില്പ എപ്പോഴും ഒരു ആൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ ബൈക്കിലിരുന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, മിസ് അത് രവീണയാണ് എന്ന് പറഞ്ഞു. രവീണയോ?
എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്നോട് സംസാരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒതുക്കത്തിൽ നിൽക്കും, എന്നാലോ എല്ലാ കാര്യത്തിലും ഉണ്ട്. അത്യാവശ്യം നല്ലോണം പഠിക്കും, പക്ഷേ ക്ലാസ്സിൽ മറ്റുള്ളവരെ പഠിപ്പിക്കില്ല. അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ നന്നായിട്ട് ക്ലാസ്സിലിരുന്ന് വർത്താനം പറയും. മാത്രമല്ല, ഞാൻ വർത്താനം പറയണ കേട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ചിരിക്കും. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുമെങ്കിലും നെക്സ്റ്റ് സെക്കൻഡിൽ ടീച്ചർ നോക്കുമ്പോൾ എൻ്റെ മുഖം മാറും. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കും. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരെണ്ണത്തിനും ആ കഴിവില്ല. ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മിസ്സ് പൊക്കിക്കഴിഞ്ഞാലും അവർക്ക് ആ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൂടെ നിന്ന് ചിരിക്കുന്നവർ കാരണം പല വട്ടനെ പൊക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പരിധിക്കുള്ള ടീച്ചേഴ്സ് വഴക്കും പറയത്തില്ല. അങ്ങനെ ബികോം കഴിഞ്ഞു. ബികോം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് ചേരുന്നത്. ബാങ്ക് കോച്ചിങ്ങിന് വെച്ചിട്ടാണ് ഞാൻ ചേട്ടനെ, എൻ്റെ കഥാനായകനെ പരിചയപ്പെടുന്നത്. അന്ന് കഥാനായകൻ അവിടെ ജോലിയൊക്കെ കിട്ടി, സിൻഡിക്കേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാലും പുതിയതായിട്ട് SBIയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നതായിരുന്നു. അങ്ങനെ അവിടെ വെച്ചെന്നെ കണ്ട് പരിചയപ്പെട്ടതാണ്. ഇനി ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്തായാലും അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്, ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നായിരുന്നു, ചേച്ചി ബാങ്ക് കോച്ചിങ് പഠിച്ചതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ബാങ്കിൽ കയറിയില്ല? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 10ാം ക്ലാസ് വരെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം എന്താ, അതിൽ മാത്സ് ഉണ്ടായിരുന്നു. ഈ മാത്സ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അതുവരെ വലിയ ആഗ്രഹമില്ല എനിക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം 10ാം ക്ലാസ് വരെ എനിക്ക് ഉണ്ടായിരുന്നില്ല. +1 കയറിയതിന് ശേഷമാണ് ഇതെല്ലാം മാറി മറയുന്നത്. +1 ഞാൻ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സ് ഇല്ല. പിന്നെ അങ്ങോട്ട് മാത്സ് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ആർജവത്തിൽ നന്നായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി. അതാണെങ്കിൽ എനിക്ക് കൂടുതൽ തിയറിയേ പറ്റുള്ളൂ. ഇപ്പോൾ മാത്സിൻ്റെ നിങ്ങൾ പൈതഗോറസ് തിയറം എന്താ, A² + B² = C². ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് തന്നെ നിങ്ങളൊരു തിയറി ആയിട്ട് പഠിക്കാൻ തരുമായിരുന്നെങ്കിൽ എനിക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തിയറി ആയിട്ട് പഠിക്കാനുള്ള ബുദ്ധി എനിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ലേ, എന്നിട്ടാണ് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താ? Banking, Section 5 of the Banking Regulation Act 1949 defines banking as accepting for the purpose of lending or investment of deposit of money എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതായത് തിയറിക്കുള്ള ബുദ്ധി എനിക്കുള്ളൂ. തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ നിന്ന് അത് പോവില്ല. തിയറി അതുപോലെ തന്നെ ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെ എനിക്ക് അവിടെ നിന്നോളും. പെട്ടെന്നൊന്നും മാറി മറിഞ്ഞ് പോവില്ല. ഇപ്പോൾ ജാലിയൻവാല ബാഗ് ട്രാജഡി എന്താ? In 1919, a meeting was held to protest against the harsh step of British government at Jallianwala Bagh in Amritsar. A group of British soldiers under General Dyer arrived at the spot and started firing without any warning. Thousands of innocent people were wounded and died in that firing. This mass killing is called Jallianwala Bagh tragedy. എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പറ്റും. അതായത് ഒരു തിയറി പഠിക്കാനുള്ള ബുദ്ധി എനിക്കുള്ളൂ, മാത്സിനുള്ള ബുദ്ധി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ബാങ്കിൽ കയറാഞ്ഞത്. പിന്നെ ഞാനെങ്ങനെ ബാങ്കിൽ കയറും? മാത്സ് പഠിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ LLB എടുത്തത്. LLB അത്യാവശ്യം എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഴപ്പമില്ല. LLB പഠിക്കാൻ നേരത്തും എനിക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അപ്പോഴും ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നായിരുന്നു LLB പഠിക്കാൻ കയറിയ സമയത്ത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ LLBയും കൊണ്ട് നടന്നത്. LLB പോലെ വലിയൊരു കോഴ്സ് ചില സമയത്ത് അത് സൈഡായി പോയി കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ് കയറി വന്നപ്പോൾ. കാരണം എങ്ങനെയെങ്കിലും ഏട്ടനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ബാങ്ക് കോച്ചിങ്ങിന് പോയി കോപ്പറേറ്റീവ് ബാങ്കിലെങ്കിലും കയറുക എന്നുള്ളൊരു സ്ഥിതിയൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷേ LLBക്ക് 66% മാർക്കുണ്ടായിരുന്നു. 66 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ 66 ഉണ്ടായിരുന്നുള്ളൂ എന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർക്ക് 72% അത് വെച്ച് ആ 72 വെച്ച് നോക്കുമ്പോൾ എൻ്റെ 66 അത്ര മോശമല്ല. മാത്രമല്ല 3 വർഷത്തിൽ ലാസ്റ്റത്തെ 2 വർഷം ഞാൻ കണ്ടോണേഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യസമയത്തൊന്നും അവിടെ എത്തൂല, കുറേ ക്ലാസ് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ്ങിനും പഠിക്കുന്നതുകൊണ്ട് വീട്ടിലിരുന്ന് അത് പഠിക്കാനിരിക്കും. അപ്പോൾ 1-2 ദിവസം പോവില്ല. അങ്ങനെ കണ്ടോണേഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടിക്കാരെ പിള്ളേരെ ഇടപെട്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയത്. അപ്പോൾ മൊത്തത്തിലൊരു ചളം കുളമായിട്ടാണ് ഞാനെല്ലാം ചെയ്തത്. പ്രോപ്പറായിട്ടൊരു കാര്യത്തിൽ തന്നെ നിൽക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒരു ഓടത്ത് കുറച്ച് നാൾ ഉറച്ച് നിൽക്കുക, അതെൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മൾട്ടി ടാലൻസ്. ഓരോ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തു വന്ന സർവൈവൽ സ്കിൽസാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫ് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. കുറച്ച് പ്രൈവസിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്കിങ്ങനെ ക്ലാസ് ഫസ്റ്റോ അല്ലെങ്കിൽ ക്ലാസ് ടോപ്പറോ അങ്ങനെയൊന്നും എക്സൽ ചെയ്യണ്ട. പക്ഷേ നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് വേണം. അത്രേ ആഗ്രഹമുള്ളൂ. എനിക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരിക്കണം. അങ്ങനെയുള്ള ആഗ്രഹമുള്ളൂ. അങ്ങനെ തന്നെയാണ് ഞാൻ LLB ചെയ്തത്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ അവരോട് പരീക്ഷ എഴുതാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് ആ ഹാളിൽ വെച്ചിട്ട് നമ്മൾ അവരോട് പറയും, അയ്യോ ഒന്നും പഠിച്ചില്ല, നീ എല്ലാം പഠിച്ചു, എല്ലാ മോഡ്യൂളും കവർ ചെയ്തോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരും ഒന്നും പഠിച്ചിട്ടില്ല എന്നേ പറയുള്ളൂ, ഞാനും ഒന്നും പഠിച്ചിട്ടില്ല എന്നേ പറയുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അറിയാം മാർക്ക് വരുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവും, എന്നാലും നുണേ പറയുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് പിള്ളേരായിരുന്നു നമ്മൾ. പിന്നെ മാത്രമല്ല, ഈ ലാസ്റ്റ് ഏതായിരുന്നോ, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിന് ഒരു KR വിശ്വംഭരൻ മെമ്മോറിയൽ അവാർഡോ അങ്ങനെ എന്തോ ഒരു ക്രിമിനൽ ലോയറിൻ്റെ പേരിൽ CRPCക്ക് ഒരു അവാർഡുണ്ട്. അതായത് നിങ്ങൾ IPC കേട്ടിട്ടില്ലേ, ഇന്ത്യൻ പീനൽ കോഡ്, അതേപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ആയിട്ടുണ്ട് CRPC നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഈ CRPC 2 സെമ്മിൽ ടോപ്പറായിട്ട് വരുന്ന കുട്ടിക്ക് ഈ ക്രിമിനൽ അഡ്വക്കേറ്റിൻ്റെ പേരിലൊരു അവാർഡുണ്ട്. ഞാൻ പഠിച്ച വർഷം 2019 അതെനിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു എനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്, കോളേജിൻ്റെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് മെസ്സേജ് വരുന്നത്. ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഇന്നയാൾ, സെക്കൻഡ് റാങ്ക് ഇന്നയാൾ, CRPC ടോപ്പർ രവീണ KR. ഈ മെസ്സേജ് ഇട്ടതും കുറേ പേര് വാവ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നല്ലതൊക്കെ പറയാനുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഡ്വക്കേറ്റ് അഷിത റിയ മെറിൻ, അവൾ വന്നിട്ട് കമൻറ്റ് ചെയ്യാണ്, എന്തർത്ഥത്തിലാണ് അവൾക്ക് CRPCക്ക് അവാർഡ് കൊടുക്കുന്നത്? ക്രിമിനലിൻ്റെ സബ്ജക്ട്സ് മാത്രം നോക്കുവാണെങ്കിൽ IPCയും അതിൽ കയറ്റേണ്ടതല്ലേ, നിങ്ങൾ എന്തിനാണ് അവൾക്ക് അവാർഡ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്കും അത്രയും മതി, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എനിക്കായിരിക്കണം മാർക്ക്. ഇപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കങ്ങ് നെഞ്ചുവേദന എടുക്കും. അതുപോലൊരു സ്വഭാവമായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ അഡ്വക്കേറ്റായി. പിന്നെ ഈ ബാങ്ക് കോച്ചിങ് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ 6 മാസത്തോളം മുത്തൂറ്റ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൽ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ LLBക്ക് കയറുന്നത്. അതിനുശേഷമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ കണ്ണനുണ്ടാവുന്നു, വീണ്ടും ജോലിക്കൊക്കെ പോകുന്നു, അങ്ങനെ അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ട മൾട്ടി ടാലൻസ്. മനസ്സിലായോ? ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും കൂടുതൽ സമയം ഒറ്റയ്ക്കായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ചുറ്റും എത്രയോ പേരുണ്ട്, എത്ര ആൾക്കാർ ഇപ്പോൾ എൻ്റെ ചുറ്റുമുണ്ട്, കസിൻസായിട്ട്, ഫ്രണ്ട്സായിട്ട്, റിലേറ്റീവ്സായിട്ട്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സായിട്ട്, അങ്ങനെയൊക്കെ ഇല്ലേ. ഒരിടക്ക് ആരും ഇല്ലായിരുന്നു, ഒരാളും നമ്മളെ കേൾക്കാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. എൻ്റെ സംസാരം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താന്നേ നാട്ടുകാർ പറയാറുള്ളൂ. അതായത് നമ്മളെ കേൾക്കാൻ ആരും ഇല്ലാതാവുമ്പോൾ, നമ്മളെ കൂടെ ഇരിക്കാൻ ആരും ഇല്ലാതാവുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മൾ പ്രാന്തന്മാരാവുന്നത്. അങ്ങനെ എൻ്റെ സർവൈവൽ സ്കിൽസിനെയാണ് നിങ്ങൾ മൾട്ടി ടാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം എന്നെപ്പറ്റി മനസ്സിലായില്ലേ? എത്രേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഒരു അഹാന കൃഷ്ണനോടൊരു കുശുമ്പുണ്ട്. കാരണം അഹാനക്ക് താഴെ 3 പെൺപിള്ളേർ അനിയത്തിമാരല്ലേ. അപ്പോൾ എന്ത് രസമായിരിക്കും അവരുടെ വീട്. പക്ഷേ എനിക്കങ്ങനെ ആരുമില്ലല്ലോ. എനിക്കാണെങ്കിൽ കൂടുതൽ അനിയത്തിമാരെന്നാണ് ഇഷ്ടം, പെൺപിള്ളേരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും വിഷമിക്കേണ്ട, നമ്മളാരും ഒറ്റക്കല്ല, നമുക്ക് നമ്മളില്ലേ, അത് മതി. കാരണം ഇപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ, വീണ്ടും കുറേ ആൾക്കാർ ചുറ്റിപ്പറ്റിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊക്കെ വെറുതെയാണ്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ അച്ഛൻ, നമ്മളുടെ അമ്മ, പിന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ലെവലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടപ്പുറപ്പുകൾ പോലും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. അതിലൊന്നും നിങ്ങൾ തളർന്നു പോകണ്ട. എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ശീലിക്കുക. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് മനോഹരമാക്കാൻ നോക്കുക. കാരണം നമ്മളെപ്പോഴും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾ ഈ രേണുക ഗൗറാണിയുടെ ആർട്ട് ഓഫ് ബീയിങ് എലോൺ വായിച്ചിട്ടുണ്ടോ? ആ ബുക്കൊന്ന് വായിച്ചു നോക്കിക്കോട്ടാ. നല്ല ബുക്കാണ്. ഇങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു കൂട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബുക്കാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് വായിച്ചോളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. സൈനിങ് ഓഫ്, വൈബ് വിത്ത് രവീണ.